അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ചഞ്ചൽ. ഞാൻ വരുന്നത് ഭരണങ്ങാനത്തു നിന്നാണ്. എല്ലാവർക്കും മാതാവ് വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന പോലെ മാതാവ് എന്നെയും അനുഗ്രഹിച്ചു. ഏകദേശം 2 വർഷമായിട്ട് ഞാൻ ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം പുറത്തു പോയി പഠിക്കണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് UK സെലക്ട് ചെയ്തു. അപ്പോൾ UK പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നപ്പോഴത്തേനും എൻ്റെ ഡാഡിക്ക് മേലാതായി. അതുപോലെ തന്നെ വീടിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വെച്ചിരുന്ന ഫിനാൻഷ്യൽ പോകാൻ വെച്ചിരുന്ന ഫിനാൻഷ്യൽ ഫണ്ടെടുത്ത് ഇതിലേക്ക് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്ക് കയറി 1 വർഷത്തിന് ശേഷം വീണ്ടും പുറത്തേക്ക് പോകാം എന്ന് വിചാരിച്ച്, കാരണം വെച്ചാൽ പുറത്തേക്ക് പോയി പഠിക്കണം. ഇവിടെ എനിക്ക് മെറിറ്റ് സീറ്റിൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട, എനിക്ക് പുറത്ത് പോയി തന്നെ പഠിക്കണം, അവിടെ ജോലി ചെയ്യണമെന്ന് വെച്ച് ഞാൻ പിന്നെ വീണ്ടും ജർമ്മനി നോക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേനാണ് ഒരു അംഗീകാരമില്ലാത്ത കോഴ്സ് തന്നു ഏജൻറ്റ് അങ്ങനെ എന്നെ പറ്റിച്ചു. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് എനിക്കവിടെ നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് കയറാം, പക്ഷെ ജോലി അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടുന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? 2 വർഷം ഇങ്ങനെ പോവാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഡാഡി പത്രത്തിലൊരു പരസ്യം കണ്ടത്. നമ്മുടെ കേരള ഗവൺമെൻറ് ജർമ്മൻ ഗവൺമെൻറ്റുമായിട്ട് കൂട്ടിച്ചേർന്ന് പിള്ളേരെ അങ്ങോട്ടേക്ക് പഠിപ്പിക്കാനായിട്ട് സ്പോൺസർ ചെയ്യുന്നു. അപ്പം ഓൾറെഡി ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് എനിക്കൊരു തീരുമാനം, എൻ്റെ ലൈഫിലൊരു തീരുമാനം ഉണ്ടാവണം, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവണമെന്നറിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ A1 കഴിഞ്ഞു, A2 കഴിഞ്ഞു, B1 എത്തിയപ്പോഴാണ് ഈ പത്രവാർത്ത എൻ്റെ ഡാഡി കാണാനിടായത്. അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു, മോളെ നമുക്ക് പോവാം. അപ്പം എൻ്റെ ആകെയുള്ള കരുത്തെന്ന് പറയുന്നത് ഈ മാതാവിൻ്റെ ലോക്കറ്റാണ്. അപ്പം ഞാൻ ഇതുമായി എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്കമാലി ചെന്നു. അമ്മയും ആ കൂട്ടത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെയും ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു സ്ഥലത്ത് എത്തണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഏകദേശം 800 കുട്ടികൾ ആ ഇൻ്റർവ്യൂ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോക്കറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ നേരത്തെ ചെന്നിട്ട് ഞാൻ ആ പരിസരത്ത് ഉടമ്പടി ഉപ്പിട്ടു. എന്നിട്ട് നമുക്ക് IELTS പോലെ തന്നെ ലിസണിങ്, റീഡിങ്, റൈറ്റിങ് ഇങ്ങനത്തെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം ഞാൻ ആ 800 പിള്ളേരിൽ നിന്ന് ആകെ 50 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. അത് 800 പേരിൽ നിന്ന് 300 പേരായിട്ട് അതിൽ ഞാൻ സെലക്റ്റായി. അത് കഴിഞ്ഞ് വീണ്ടും അവർ ഇൻ്റർവ്യൂ വെച്ച്, അതായത് അടുത്ത സെക്ഷൻ ഇൻ്റർവ്യൂ. അപ്പം അത് എൻ്റെ രാത്രി 8 മണിക്കാണ്, കാരണം 300 പിള്ളേരുണ്ട്. അപ്പം അത് ഏകദേശം രാത്രി 8 മണിയായി എൻ്റെ ഇൻ്റർവ്യൂ നടന്നപ്പോഴത്തേനും. അപ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഈ ലോക്കറ്റ് മാത്രമാണ്. എന്ത് ചെയ്യണം? കാരണം വെച്ചാൽ ഇത്രയും പിള്ളേരുണ്ട്, സെലക്ഷൻ കിട്ടുമോ കിട്ടാതിരിക്കുമോ അതല്ല, നമുക്ക് എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ ലോക്കറ്റുണ്ട്, അത് മാത്രമാണ് എൻ്റെ ആശ്രയം. ഞാൻ അവിടെ ചെന്നു, ഇൻ്റർവ്യൂ പങ്കെടുത്തു, ലാസ്റ്റ് ബാച്ചാണ്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും അത് പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോന്നു, രാത്രിയായപ്പോൾ തിരിച്ചു പോന്നു. അതിന് 10 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു റിവ്യൂ വന്നു, നിങ്ങൾ സെലക്ട് ആയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ജർമ്മൻ ഗവൺമെൻറ്റിലേക്ക് 50 പേര് സെലക്ട് ആയതിൽ ഞാനൊരു പാർട്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടണമെന്നുള്ളത്. അപ്പോൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങിനാണ് പോകുന്നത്. അപ്പം ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ ആ നിയോഗം എഴുതിയിട്ടു. അതിൻ്റെ പേരിൽ എനിക്ക് ഒരു ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തു തന്നു. ആ ഇൻ്റർവ്യൂവിൽ 10 പേരുണ്ടായിരുന്നു. ആ 10 പേരിൽ ആദ്യം 4 പേരെ സെലക്റ്റാക്കി. ഇപ്പോൾ 2 പേരെ അവരങ്ങോട്ടേക്ക് സ്പോൺസർ ചെയ്തതിൽ ഒരാൾ ഞാനാണ്. ഇപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പൈസയും ചിലവായിട്ടില്ല, മൊത്തം ഗവൺമെൻറ്റാണ് നോക്കിയിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ ജർമ്മൻ വിസയ്ക്ക് ഷെങ്കൻ വിസ കിട്ടാനായിട്ട് ഏകദേശം 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ സമയം കിട്ടും. പക്ഷേ എനിക്ക് 3 ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി.
ഈ മാർച്ച് 5-ന് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, ജർമ്മനിക്ക്. എൻ്റെ ആത്മീയ ജീവിതം പറയാനാണെങ്കിൽ ഞാൻ ഫുഡ്, അതുപോലെ തന്നെ വസ്ത്രം, ഞങ്ങൾ ഒന്നിച്ചാണ്, അമ്മയും ഞാനും കൂടെ ഒന്നിച്ച് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ജർമ്മൻ ടീച്ചറായിട്ട് ഈ ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ജർമ്മൻ പത്രം വാങ്ങിച്ചു കൊണ്ടേ കൊടുത്ത് കുട്ടികളോട് ഞാൻ പറയും, പിള്ളേർ നിങ്ങളിത് വായിക്കണം. കാരണം വെച്ചാൽ അവർക്ക് ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാവുന്ന ഒരു വഴിയാണ് ജർമ്മൻ പത്രം, കൃപാസന പത്രം. അത് ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത് തന്ന അമ്മ മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ എന്നും കൊന്ത ചെല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ആരും കിടക്കുകയില്ല. എന്നും കൊന്ത ചെല്ലും, പള്ളിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ പാവങ്ങൾക്ക് സഹായിക്കും. പരമാവധി പേഴ്സണൽ ആയിട്ടുള്ള പ്രെയർ ഏകദേശം 10 മിനിറ്റ് കുറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ബൈബിള് വായിക്കും സ്ഥിരമായിട്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. എനിക്ക് ആദ്യമായി അനുഗ്രഹം കിട്ടിയത്, എനിക്ക് വീടില്ലാതിരുന്ന് മറ്റുള്ളവരുടെ സഹായത്താൽ എനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചു എന്നതായിരുന്നു. 23 വർഷമായിട്ട് എനിക്ക് വീടില്ലാതിരുന്ന് ഞാൻ വാടക വീട്ടിലായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞ് എല്ലാവരുടെയും സഹായം കൊണ്ട് എനിക്ക് വീട് വെക്കാൻ സാധിച്ചു. ഞങ്ങളിപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് വരുമാന മാർഗ്ഗമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഹാർട്ടിന് അസുഖമായിട്ട് സൗദിയിലായിരുന്നു. അവിടെ വെച്ച് ഹാർട്ടിന് അസുഖമായിട്ട് തിരിച്ചു വന്നതാണ്. അത് കഴിഞ്ഞ് ഹാർട്ടിന് അസുഖമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഹസ്ബൻഡ് ഒരു കടയിൽ ജോലിക്ക് പോയി. അവിടുന്ന് കിട്ടുന്നത് ഒരു 500 രൂപയായിരുന്നു. പുള്ളിയുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 300 രൂപയാണ് മിച്ചം കിട്ടുന്നത്. അതുകൊണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ തുടങ്ങാൻ, എൻ്റെ വീട് തന്നെ, എൻ്റെ ഹസ്ബൻഡ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തൂടെ പോയപ്പോൾ അവിടെ അതിൻ്റെ ഓണർ അച്ഛനെ കാണുകയും ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളെ താമസിപ്പിക്കാവോ എന്ന് അച്ഛനോട് ചോദിക്കുകയും ചെയ്ത് അച്ഛൻ വന്ന് കണ്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ പറഞ്ഞ രീതിയിൽ കിടക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി എൻ്റെ വീടിപ്പോൾ ഹോസ്റ്റലായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ എൻ്റെ വരുമാനം വർദ്ധിച്ചു. ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. തൻ്റെ പഠനത്തിൻ്റെ കാര്യവും തനിക്ക് ജർമ്മനിക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലിയറായത്? 800 പേരിൽ നിന്ന് 300 പേര്, 300-ൽ നിന്ന് 50 പേര്, 50-ൽ നിന്ന് 50 പേരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ തനിക്ക് പോകാൻ സാധിക്കണം എന്നുള്ളതൊക്കെ തൻ്റെ നിയോഗമായിട്ട് ഉടമ്പടിയിൽ വെച്ച് ഈ മകള് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ചഞ്ചൽ മരിയ ബെന്നിക്ക് അതൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെ തനിക്ക് കിട്ടിയ കൃപകളായിട്ട് ഈ മകൾ ഇന്നിവിടെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമ്മ ഈ മകളെ എത്തിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുകൊണ്ട് തന്നെയാണ് നാം ഇപ്പോൾ കേട്ട തിരുവചനങ്ങൾ പോലെ വരുന്ന ദുരിതങ്ങളെല്ലാം ശാന്തതയോടെ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടിയരുത്. തൻ്റെ ആദ്യത്തെ ഏജൻസി മൂലം പണം നഷ്ടമാകുമ്പോഴും പിന്നീട് തനിക്ക് ജോലിയില്ലാത്ത 2 വർഷങ്ങൾ, ഒരു തീരുമാനമെടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥകൾ, ഇവിടെയൊക്കെ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ഒരു തീരുമാനമെടുക്കുവാനും അങ്ങനെ എല്ലാറ്റിനും അമ്മയുടെ കാശുരൂപം എങ്ങനെ തനിക്ക് ധൈര്യമായി ബലമായി കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ, അവരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് കൃപാസന പത്രം മറ്റ് ഭാഷകളിൽ, പ്രത്യേകിച്ചും താനൊരു ജർമ്മൻ ട്യൂട്ടറാകുമ്പോൾ ജർമ്മൻ ഭാഷയിലുള്ള പത്രമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടേ കൊടുക്കുക, അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയാകുക. അങ്ങനെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തു മറ്റുള്ളവരിൽ വ്യാപിക്കണം, ക്രിസ്തുവിനെ മറ്റുള്ളവരും കൂടി അറിയണം. ആ ഒരു ബോധ്യത്തോടെ ഈ മകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നീട് തനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ
തനിക്ക് അഡ്മിഷൻ കിട്ടുന്നു, യാതൊരു പൈസ ചിലവുമില്ലാതെ ഉടനെ തന്നെ താൻ ജർമ്മനിക്ക് പോവുകയാണെന്നാണ് ഈ മകളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുക. 23 വർഷമായിട്ട് തങ്ങൾക്ക് സ്വന്തമായി ഭവനമില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പലരും തങ്ങളെ സഹായിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നു. അങ്ങനെ നല്ലൊരു ഭവനം പണിയുവാനും തങ്ങൾക്കൊരു നല്ല വരുമാനം ലഭിക്കുവാനുമൊക്കെ ഇടയായതിൻ്റെ നന്മകൾ അതെല്ലാം ഈ കുടുംബം ഒന്നിച്ച് അനുഭവിക്കുകയാണ്. നമുക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രതിസന്ധികളായിട്ട് മാത്രം കണ്ടുകൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കുവാനാണെങ്കിൽ അതും നമുക്ക് സാധിക്കും. ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഇതൊക്കെ ദൈവിക കൃപകളായിട്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളായിട്ട് അവയെ എടുത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് ആ ജീവിതത്തിലൂടെ ദൈവിക കൃപ നമ്മിലേക്ക് ഒഴുകുന്നതിനുള്ള മാർഗങ്ങളായിട്ട് ഈ തടസ്സങ്ങളെ മാറ്റുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ വഴികൾ പദ്ധതികൾ നമ്മിൽ രൂപപ്പെടുക. ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ